ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ കഴിക്കാനായിട്ട് ദോശയും സാമ്പാറുമായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ചമ്മന്തി ഉണ്ടായിരുന്നു. എനിക്ക് ഈ ദോശയും സാമ്പാറും ചമ്മന്തിയും കൂടെ കൂട്ടി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാനും ചേച്ചിയും കൂടെ ഇരുന്ന് രാവിലെ തന്നെ ഇരുന്ന് കഴിച്ചു. പിന്നെ നമുക്ക് മത്തിയായിരുന്നു ഇന്ന് കിട്ടിയത്. അങ്ങനെ വേണ്ട മത്തിക്കറി വെക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ചീനിച്ചട്ടി ചൂടായപ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളി, ഇഞ്ചിയും ചുമന്നുള്ളിയും കൂടി ഇട്ട് മൂപ്പിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ചു കേട്ടോ. അത് നല്ല മൂത്ത് വന്നപ്പോഴത്തേന് പിന്നെ നമ്മൾ പൊടിയാണ് ഇട്ട് കൊടുത്തത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, പിന്നെ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇടും. അതും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ. അതിനുശേഷം നമ്മൾ തിളപ്പിച്ച വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുത്തത്. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വെച്ചു. അപ്പോഴത്തേനും ദാണ്ട് നമ്മുടെ മത്തി നല്ല സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ ചട്ടിയിലോട്ട് അത് മാറ്റി ഒഴിക്കുക ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതിലോട്ട് നമ്മുടെ ഈ കുടംപുളി എന്നൊക്കെ പറഞ്ഞ മീൻപുളി ഇല്ലേ, അതും കൂടി ഇട്ട് കൊടുത്ത് ഇച്ചിരി തോനെ ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടത് സെറ്റാവാനായിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ മീൻകറി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നത്. നമ്മൾ ഒത്തിരി ഇവിടെ പറ്റിച്ചല്ല കേട്ടോ വെക്കുന്നത്. പിന്നെ ഇവിടെ ഇന്ന് ചീനി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഈ ഉണക്കച്ചീനി എന്നൊക്കെ പറയുന്ന സംഭവമില്ലേ, അതായിരുന്നു ഉണക്കച്ചീനി. അത് വെന്ത് വന്നപ്പോഴത്തേന് നമ്മൾ അതിനോട്ട് അരപ്പിട്ട് കൊടുത്തേ. തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും ജീരകവും കറിവേപ്പിലയും കൂടെ ഒക്കെ ചതച്ചതായി ഇട്ട് കൊടുത്തത്. അരപ്പിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ അത് ഇട്ട് കൊടുത്ത് അത് ഇളക്കാനായിട്ട് ചേട്ടത്തിയാണ് ഇരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ചു വെന്തില്ലെന്ന്, പക്ഷെ നന്നായിട്ട് വെന്ത് വന്നായിരുന്നു കേട്ടോ. ഉണക്കച്ചീനി ആയതുകൊണ്ട് ഇളക്കാൻ ഇച്ചിരി പാടാണ്. എന്നാലും ചേച്ചി നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ നെത്തോലിക്കറി ഉണ്ടായിരുന്നു, പുളിഞ്ചിക്ക അച്ചാറും മത്തിക്കറിയും. നമുക്ക് മോരുണ്ടായിരുന്നു, ഞാൻ എടുത്തില്ല. അതെല്ലാം കൂടെ കൂട്ടി കഴിക്കാനായിട്ടിരുന്നു. അപ്പോഴത്തേന് ഞാനൊന്ന് സൈഡായി കേട്ടോ. മൈഗ്രെയിൻ നമ്മളെ തേടി വന്നിട്ടുണ്ടായിരുന്നേ. പക്ഷേ ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. വിശന്നാലും മൈഗ്രെയിൻ കൂടത്തല്ലേ ഉള്ളൂ. അങ്ങനെ കഴിക്കാനായിട്ടിരുന്നു. പിന്നെ ഒരു വർഷമായെന്ന് തോന്നുന്നു ഞാൻ മത്തി കഴിച്ചിട്ട്. ഇടയ്ക്കൊന്ന് മൈഗ്രെയിൻ പണി തന്നപ്പം മത്തിക്കറി അവിടെ നിർത്തിയതാണ്. വീണ്ടും വേണ്ടേ മത്തിക്കറിയും കൂടെ കൂട്ടി കഴിക്കുവാണ്. അപ്പോൾ നമ്മുടെ ഉണക്കച്ചീനി അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ചേച്ചിയും കൂടെ ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന് നമ്മുടെ ഉച്ചക്കലത്തെ ഊണ് കഴിക്കും.